ആമിയുടെ ടാറ്റയും പറഞ്ഞോളെ ഈ പോക്ക് വേറെ എങ്ങോട്ടും അല്ല, ഞങ്ങൾ ഇവളെ അങ്ങോട്ട് അങ്ങ് തുരത്താൻ പോകുക, അങ്ങ് മാൾട്ടയിലേക്ക്. ആമി ചിരിക്കുകയാണോ കരയുവാണോ? എനിക്ക് ടാറ്റ പോവാന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷമായി. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ ആമിയുടെ ഈ പോക്ക്. ഞങ്ങളെക്കാട്ടും സങ്കടമാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും. നിങ്ങൾ 2 നേഴ്സുമാരുണ്ടായിട്ട് ഇതുവരെ എന്താ നിങ്ങൾ പോകാത്ത ഈ ചോദ്യം മാത്രമായിരുന്നു. ഒരാൾ പോയതുകൊണ്ട് അത്ര സമാധാനമായെന്ന് വിചാരിക്കുന്നു. ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ സിജോ ചേട്ടായാണ് കേട്ടോ. ഈ കാണുന്നതാണ് ആമയുടെ മിഥുൻ ചേട്ടയുടെ പേരൻസ്. ഹേസു ആണെങ്കിൽ അമ്മച്ചിയുടെ മടിയിലാണ് ഏതു നേരവും. വിസ വന്നപ്പം തൊട്ട് ആമി ഇതേ ഓട്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ചൊരു വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഒരു തട്ടിക്കൂട്ടായിരുന്നു കേട്ടോ. അവസാന നിമിഷത്തിൽ ഈ ഓടുന്നത് വേറൊന്നിനു വേണ്ടി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കറൻസി മാറി യൂറോ ആക്കണ്ടേ, അതിനു വേണ്ടിയാണ് കേട്ടോ. ഞങ്ങളെ പെട്ടിയൊക്കെ ഒട്ടിക്കുന്നതുണ്ടോ ഇപ്പോഴാണ്. കാരണം അവർ കണ്ണൂരിൽ നിന്ന് വന്നപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം പിടിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. നഴ്സിംഗ് ഒരു ജോലി മാത്രമല്ലെന്ന് ആദ്യമായിട്ട് ഓർക്കുന്നത് ഇപ്പോഴാണ്. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ കഴിയുന്നത് ഒരു പുണ്യം. നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുകയേ കനലതോവേനൽ മധുരമാകുന്നേ ദൂരം തേടിടുന്നേ. ആമയെ കയറ്റിവിട്ടതിന് ശേഷം ഹേസപ്പെട്ടിനാണ് വിമാനം കാണാൻ ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ അവളെ അതും കാണിച്ചു. +2 ശേഷം ഞങ്ങൾ 2 പേരും എടുത്ത് ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു നഴ്സിംഗ് പഠിത്തം എന്നത്. അത് ഞങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച പേരൻസിന് ഒരുപാട് നന്ദി. 2 പേരുടെ പേരൻസും അതിനുവേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തു. അന്നത്തെ അവരുടെ ആ വേർപ്പാണ് ഇന്നത്തെ ഈ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ തോന്നി. എന്തോ ചിറകൊടിഞ്ഞുപോയ ഒരു പക്ഷിയുടെ അവസ്ഥയായിരുന്നു ഞങ്ങളുടേത്. ഇതാണ് ജീവിതം അല്ലേ. ഹലോ ഗായ്സ്, ആമീനെ പറഞ്ഞു വിട്ട് ഗായ്സ്. അലസെന്നെ എടുത്ത് മഞ്ഞത്ത് അറിഞ്ഞു വിമാനത്തിനാട്ടാ കൊണ്ടുവിട്ടെ. എന്നിട്ട് ഒറ്റ പൂക്കണ്ട് തങ്ങളത് പോയിട്ട് തങ്ങളെ തിരിച്ചു വന്നതാ. ആമീനോട് എന്നെ പറയാനുള്ള ഹേസു? ആമീനോട് മിടുക്കിയായിട്ടിരിക്കണേ. വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത് ആമി? എനിക്ക് ഒത്തിരി ചോക്ലേറ്റ്. ആമയും മെർലിനും ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് നാട്ടിൽ പോകാനുള്ള ഒരു ഇത് തോന്നിയത്. ഇനിയിപ്പം ഞാൻ നാട്ടിൽ പോകുമെന്ന് തന്നെ സംശയമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡാങ്കേ ഷൂസ്.